ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ചൊവ്വാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആകെ ഒരു എന്താ പറയുക, നേരം വെളുത്തപ്പോഴേക്കും വൈകുന്നേരം ആയ പോലെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുട്ടച്ചുരുളായിരുന്നു. മുട്ടച്ചുരുളെന്ന് പറയുമ്പോൾ ഞാൻ ഡിമ്പിളുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, നമ്മളുടെയിലും കണ്ടിട്ടുണ്ടാവും. പലയിടത്തും പല പേരാണ് അതിന് കേട്ടോ. എന്നിട്ട് ലവ് ലെറ്റർ എന്ന് പറയും, പല പേരാണ്. അപ്പം അത് ഒന്നുമില്ല, മൈദയും മുട്ടയും കുറച്ച് പാല്, ഒരു തുണ്ടുപ്പ് കൂടി ഒന്ന് വെള്ളം പോലെ അടിച്ചിട്ട് അത് നമ്മൾ കനം കുറഞ്ഞ് ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ നാളികേരവും പഞ്ചസാരയും ഒരു തുണ്ട ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് ചുരുട്ടുക. അതാണ് മുട്ടച്ചുരുൾ, തൃശ്ശൂർക്കാരുടെ മുട്ടച്ചുരുൾ കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചന് ഇത്തിരി ഒരു കുറുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോവാണ്. ഡിവൈനും തീരെ വയ്യ. അപ്പോൾ ഇവിടെ പാച്ചും തോമും സാധാരണ പോലത്തെ ഒരു ചെറിയ ഒരു അംഗം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ ബെഡുമ്മക്ക് തോമു കയറി കിടന്നു. അവിടേക്ക് പാച്ചു ചെന്നപ്പോൾ ഒന്ന് തള്ളി, അതൊക്കെയാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തോമുതേ രാവിലെ എണീറ്റിട്ട് അവൻ ജോലിക്ക് പോകുന്ന പറയുക. അവൻ പ്ലേ സ്കൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പാച്ചു നോക്കി നിൽക്കുക. സാധാരണ അവനെ ഡൗണങ്ക ഒപ്പം വണ്ടിയുമ്പോൾ കയറ്റാറുണ്ട്. ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ തിരിഞ്ഞ് നോക്കാണ്ട് പോവുക. ഇനിയിപ്പോൾ എങ്ങാനും അവൻ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഡോക്ടറെ അടുത്തേക്ക് വേഗം പോവുകയും വേണം. അങ്ങനെ തോമൂനെ കൊണ്ടാക്കിയതിന് ശേഷം അവർ ചാക്കോച്ചിനെയും കൊണ്ട് ദയയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ദയയിലാണ് കാണിക്കേണ്ടത്. അവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആദ്യം പോയി. പിന്നാലെ അതിൻ്റെ ഒപ്പം തന്നെ ഡിമ്പിളും പാച്ചും ഡ്രസ്സ് മാറി. പക്ഷേ അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡോണങ്കയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, പിന്നെ കുറച്ച് നേരം ചെയറിൽ വന്നിരുന്ന്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാണാനും എടുക്കാനും. അപ്പോൾ അവനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളാണ് നോക്കുന്നത്. എന്ന് വെച്ച് ഫോൺ കൊടുക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നാൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഓൾറെഡി തോമു ഫോൺ പിടിച്ചിട്ട് ട്രോളിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടി വെച്ച്, നിങ്ങളല്ലേ പറയാറ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കില്ല എന്ന്. അപ്പോൾ നമ്മളതിൻ്റെ മറുപടി പറഞ്ഞു, ചില സാഹചര്യങ്ങൾ നമ്മൾക്കത് കൊടുക്കേണ്ടി വരും. വല്ല ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കാണ്ട് അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ചിരുത്താൻ വേണ്ടി നമുക്കത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുനിയും കൊണ്ട് ഡിമ്പിൾ പോവാണ്, തെറാപ്പിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഉച്ചയാലത്തേക്ക് എല്ലാം കഴിച്ച് വെച്ചിട്ടാണ്. തലേ ദിവസം പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുട്ട പൊരിച്ചത് മതി, എല്ലാവർക്കും അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൂട്ടി. ഇപ്പോൾ ഡോണും അതെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എന്നെ കാണാൻ ചേർപ്പെന്ന് ഒരു മോളും ഹസ്ബൻഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ വന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത്. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റാതെ ഞാൻ പക്ഷേ വേറൊരു അവസരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവരുടെ സാരികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 4-5 എടുത്ത് 6 അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഉള്ള സാരി ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒന്നിങ്ങനെ കാണിച്ചതാട്ടോ. കാരണം എനിക്കത് അവരത് നീർത്തിയിട്ടിട്ടൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാം വഴിയാന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡിവൈൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ കാണാം കേട്ടോ ഫോട്ടോസും കാര്യങ്ങളും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ പട്ടുസാരികളാണ്, അതേ ഭാഗം നല്ല തരം പട്ടുസാരികൾ മാത്രമാണ് കേട്ടോ അവർ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നീലയും പിങ്കും ഭയങ്കര ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളതാണ്, കട്ടിയുള്ള ടൈപ്പല്ല, വളരെ സോഫ്റ്റായിട്ടുള്ള തരം പട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഇതിൽ ഫോട്ടോയിൽ ഞാനെടുത്തപ്പോൾ കാണാനൊരു ഭംഗിയാണ്, പക്ഷേ ഭയങ്കര ഭംഗിയാണ്. ഫ്ലൂറസൻ ഗ്രീനും ഗോൾഡും കൂടിയിട്ടുള്ളൊരു മിക്സാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഈ എല്ലാതും അതെ, ഒന്നൊന്നിന് മെച്ചം എന്ന് പറയാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഊണ് കഴിഞ്ഞ് വഴിക്കണം കേട്ടോ. ഊണ് കഴിഞ്ഞിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു പണിയില്ല എന്ന് തന്നെ പറയാം. ഫുള്ള് ഡിമ്പിളും ഡിവൈനും കൂടിയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. കുട്ടികളില്ലാത്ത സമയത്ത് വേഗം കാര്യങ്ങൾ ചെയ്യാമല്ലോ. പിന്നെ ഡിമ്പിൾ കുട്ടിയുടെ കൂടെ പോയിട്ട് തിരിച്ച് വരികയാണ് ചെയ്യുക. എന്നാലും വൈകുന്നേരം പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ നോയമ്പല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് വലിയ വിഭവങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഇൻഡസ് വാലിയുടെ കംപ്ലീറ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഉച്ചകാലത്ത് ഊണ് കഴിഞ്ഞ് വെള്ളം കുപ്പി നിറക്കിയത് മാത്രമേ എനിക്ക് ഇന്നത്തെ
ഒരു ദിവസം പണിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അടുക്കളയൊക്കെ ക്ലീനാക്കി, ഹൈ ചെയർ വരെ വാഷ് ചെയ്ത്, അതിൻ്റെ ടേബിൾ വരെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വക ഒരു മേൽനോട്ടം ഉണ്ടാവും. എല്ലാവരും കിടന്ന് കഴിയുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കും. കാരണം അവരുടെ കണ്ണെത്താത്ത എന്തെങ്കിലും വല്ല ഫ്രിഡ്ജിൽ വെക്കാനുള്ളതോ അല്ലെങ്കിൽ വല്ല മൂടി വെക്കാനുള്ളതോ വെള്ളം ഒഴിക്കാനുള്ളതോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് എനിക്കൊന്ന് അത് നോക്കിയിട്ട് കിടന്നില്ലെങ്കിൽ ഒരു സമാധാനം കേട്ടോ. അപ്പം അങ്ങനെ ആ സമയത്താണ് നമ്മുടെ കൊറിയർ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഷർട്ടിൻ്റെ കവറും പിന്നെ നമ്മുടെ സാരിയുടെ കവറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷർട്ടിൻ്റെ കവറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫറിലായിരുന്നു, ബൈ 1 get 1 ഫ്രീ. അതായത് 6 വീതം, അല്ല 3 വീതം 2 സെറ്റ് അങ്ങനെയായിരുന്നു വന്നത്. അപ്പം ഭയങ്കര വില കുറവായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എപ്പോഴും ഉപയോഗമുള്ള ഒരു സാധനം. ഇത് സാരി കവറാണ്. അത് 12 തോന്നുന്നുണ്ട്. ഞാൻ തുറക്കുമ്പോൾ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. നമ്മളൊപ്പം തുറക്കുമ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഞാൻ ഓഫർ കണ്ടപ്പോൾ ഞാനത് വാങ്ങി വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എപ്പോഴായാലും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ 35 രൂപ, 50 രൂപ, 60 രൂപ തൊട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വിലയായിരുന്നു ഇതിന്. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോപ്സിയിലാണ് ഓഫറിൽ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വില കുറവ്. അപ്പോൾ ഞാൻ 2 സെറ്റ്, അതായത് ഒരു സെറ്റ് വാങ്ങിക്കുമ്പോൾ 2 സെറ്റിന് 1 സെറ്റിൻ്റെ കാശ് അങ്ങനെയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം പിങ്കും വൈറ്റും, 6 ബ്ലാക്ക് ആൻഡ് വൈറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സെറ്റായിട്ട് അവിടെ വയ്ക്കുമ്പോൾ ഡിമ്പിളിനായാലും ഡിവൈനായാലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ വില കുറവ് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിന് കേട്ടോ. അപ്പോൾ അത് തന്നെ ഷർട്ടിൻ്റെ കവറും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നി കുറേയും കൂടിയും അലമാരിയിലും കുറച്ചും കൂടി ഒന്ന് ഒതുക്കാണ്ട്, ഡിമ്പിളിൻ്റെ അലമാരിയിലും പിന്നെ ഇപ്പോൾ ഡിവൈൻ്റെ ആയാലും പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് സാരിയുടെ സാധനങ്ങൾ വെക്കാനായാലും ഒക്കെയും ബാഗുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒതുങ്ങി ഭംഗിയിലിരുന്നോളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ അലമാരിയിൽ. അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ശരിക്കും അലമാരിയിൽ ഭംഗിയിൽ വെക്കാം. ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാൻ ഒരു ധൈര്യമില്ല. കാരണം പെട്ടെന്ന് വെച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചെതൽ കയറും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അലമാരിയൊക്കെ ഭംഗിയിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ഇത് ഷർട്ട് കവർ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഭയങ്കര വില കുറവാട്ടോ. ഇപ്പോഴും നടക്കുന്നുണ്ട് തോന്നിട്ടിട്ടാ ഷോപ്സിയിൽ ഇതിൻ്റെ ഇതപ്പോൾ ഷർട്ട് കവറിന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പലതരം വരും, പല വിലയുടെ വരും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഒരെണ്ണത്തിന് എന്ത് വില വരും എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി. അതുപോലെ റിട്ടേൺ ഉണ്ടോ നോക്കുക, അതൊക്കെ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണം നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഇത് വന്നപ്പോൾ കുട്ടികളാരും കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല കേട്ടോ. അവർ ഒക്കെ കുട്ടികളെയും കൊണ്ട് കിടക്കണ നേരത്താണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അത് തുറന്ന് നോക്കണോട് കൂടിയിട്ട് വീഡിയോ എടുത്തു. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമാണ് കേട്ടോ. അലമാരിയിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ എടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ 4:30 അപ്പാപ്പം പോയിട്ട് നമ്മുടെ തോമുട്ടനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ തോമുട്ടന് പരാതി, തോമുട്ടൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ അപ്പടി മണ്ണാണെന്ന്. അപ്പോൾ എന്നോട് പറയാം അമ്മാമ്മ ചെരുപ്പിലൊക്കെ അഴുക്കായിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് വാഷ് ചെയ്യാം. ഇത്തിരി വൃത്തിക്കാരനാട്ടോ ഡോണ്ട, അതേ സ്വഭാവം, ഭയങ്കര വൃത്തിയാണ് അവന്. അഴുക്കായി ഇതപ്പം കഴുകണം, മേത്തുരുത്തുണ്ടായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ചേച്ചിമാർ വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഡാഡിയാണ് കേട്ടോ അതൊക്കെ എടുത്ത് കൊടുക്കുക. സൈഡിലിങ്ങനെ ഇതിലാക്കി വെച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് എടുത്ത് അവർക്ക് കൊടുത്താൽ മതി. നമ്മൾ ചാക്കിലാക്കിയിട്ട് സൈഡിൽ കൊണ്ട് വയ്ക്കുക ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കരിമണിയുടെ 1 ലെയറും 2 ലെയറും ലോക്കറ്റ് ഇടലും പിന്നെ എന്താ പറയുക കൊളുത്തിടലും അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി ഫുട്ബോളിൻ്റെ മാച്ച് കാണാമായിരുന്നു, കുട്ടികൾ അവരുടെ കളി, ഡിമ്പിളും ഡിവൈനും കിച്ചണിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈ ആയിരുന്നു ഇന്ന് രാത്രിയിലേക്ക്. പിന്നെ നാളേക്ക് വേണ്ടിയിട്ട് ഡിമ്പിൾ പരിപ്പ് ഇരുമ്പുളിയും വെച്ചു. പിന്നെ കൂർക്ക മസാലക്കറി വെച്ചിട്ടുണ്ട്. അപ്പം നാളെയും എനിക്ക് ഉച്ച വരെ ഒരു പണിയില്ല. അപ്പോൾ കുട്ടികൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഡിവൈൻ അവിടെ എൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു. അങ്ങനെ ഒരാളൊന്ന് ചെയ്യുമ്പോൾ അടുത്ത ആളത് ചെയ്യും. അപ്പോൾ കുട്ടികളെ നോക്കിയിട്ട് ഡോണാണ് ചെറിയ ആളെ ടേക്ക് ചെയ്തത്. മറ്റേ 2 പേരും ഞാൻ അവിടെ ചെയ്യണതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഓർഡറിലും ഇങ്ങോട്ട് ഓർഡറിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കരിമണിയാണ്. കരിമണിയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കണ്ടമാനം കേട്ടോ. ഇത് വളരെ കുറവുള്ളൂ. ഇതിപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഒരു ഓർഡർ കൊടുക്കാനുള്ളതും ഇതും നമ്മുടെ ഈവിളയാണ് കേട്ടോ, എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള മാലകളാണ്. കല്യാണത്തിന് ലോങ് ചെയിൻ പോലെ ഇടാം, അല്ലെങ്കിൽ വേണ്ട സെറ്റ് മുണ്ടിൻ്റെ മുകളിലായാലും പട്ടുസാരിയുടെ മുകളിലായാലും ഒക്കെ ഇടാൻ പറ്റിയ ഭയങ്കര ഭംഗിയുള്ളൊരു മാല അത് കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ
സിമ്പിളായിട്ടുള്ള മാല. അത് 8 പിടിയിലുണ്ട്, 6 പിടിയിലുണ്ട്, 8 പിടിയിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10 പിടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ കരിമണിയുടെ മാലയും ഈ 2 ലെയർ മറ്റേ എന്താ പറയുക മംഗല്യസൂത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യണം നേരത്തെ ഇവിടെ ഈ സമയത്ത് ഇതാണ് അംഗം. അപ്പം മാച്ച് കാണുന്നു, കുട്ടികൾ കളിക്കണു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സന്ധ്യ നേരത്ത് വന്നാലുള്ള മേള കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു, എല്ലാവരും കിടക്കാൻ പോയി. ഞാൻ പട്ടികൾക്കുള്ള ഇറച്ചി അവർക്ക് എങ്ങനെ വെച്ചാൽ എല്ലാം കഴിയുമ്പോഴാണ് ഞാൻ വെക്കുക. കാരണം അതിൻ്റെ ആ വേവിക്കണ ഒരു മണം ഇവർക്കൊരു പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇൻഡസിൻ്റെ പാത്രങ്ങൾ അങ്ങനെ കുന്നുകൂടി തുടങ്ങി. ഇപ്പോൾ കത്തിക്കാനുള്ളത് കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പോൾ ഇൻഡസിൻ്റെ എങ്ങനെ വെച്ചാൽ അടക്കള ഒന്ന് ഈ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയതിന് ശേഷം ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ അപ്പടി ചെതലാവുമ്പോഴേ നമുക്ക് ഒരു രക്ഷയില്ല. ചെതലെന്ന് പറഞ്ഞാൽ നല്ല ചെതലാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പച്ചക്കറികളാണ്, പക്ഷേ എനിക്കത് ഒതുക്കാനുള്ള നേരം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു നാളെ ആവാം, എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. രാത്രി നോക്കിയപ്പോൾ കംപ്ലീറ്റ് എല്ലാതും കഴിഞ്ഞു. നമ്മുടെ പരിപ്പ് ഇരുമ്പുളിയും നാളെ രാവിലെ പൂരിക്കുള്ള മസാല. അപ്പോൾ ഇന്ന് ചപ്പാത്തി വാങ്ങിച്ചത്. ചപ്പാത്തി വാങ്ങിയപ്പോൾ രാത്രിയിലേക്ക് 2 പാക്കറ്റ്, രാവിലെ 1 പാക്കറ്റ് എടുത്ത് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഡിവൈനും ഡിമ്പിളും ചപ്പാത്തിയാണ് കഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ മക്കൾ കൂട്ടിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ ഇപ്പോൾ പൂട്ടിയിടാന്ന് പറഞ്ഞില്ലേ, കുറേ നാളുകളായിട്ട് രാത്രിയിൽ പൂട്ടിയിടാണ് ചെയ്യണേ. അപ്പോൾ വെള്ളവും നിറച്ച് വെച്ച് കൊടുത്ത് അവരുടെ ഇറച്ചി വെച്ച് കൊടുത്താൽ അവരെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ചോറൊക്കെ വാരി കൊടുത്തുട്ടാ. കുറേ പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കാണിക്കാത്തത് കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ചെടികൾ ഞാൻ രാത്രിയിൽ നോക്കിയപ്പോഴാണ് ഭയങ്കര ഭംഗിയിലാണ് നിൽക്കണേ. എല്ലാ വസ്തു മണി പ്ലാന്റൊക്കെ നല്ല ഭംഗിയിൽ. ഞാൻ പറയില്ലേ വേനൽക്കാലം ആകുമ്പോഴാണ് ശരിക്കും ചെടികൾക്ക് ഭംഗി. കാരണം വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ചെടിയുടെ ഭംഗി പറയാൻ പറ്റില്ല. വർഷക്കാലമായി കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. വേനൽക്കാലത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നട്ടുന്ന ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ കിടന്നതിന് ശേഷം അവർക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെയൊക്കെ നടന്ന് ആ സൈഡൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയിലെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ ആ പച്ച ഇല കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ അപ്പുറത്ത് പട്ടിയുടെ ഓളിടലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പേടിയാവുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ എന്തോ നമുക്ക് ആ നേരത്തെ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ, നമ്മുടെ വീടല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നാളെ ഗൂഗിൾ മീറ്റ് വെച്ചേക്കാം. നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സബ്സ്ക്രൈബേഴ്സിൻ്റെ. അപ്പോൾ അത് ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിഞ്ഞു. നാളെ നല്ലൊരു വിശേഷമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനും അതെ നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും